ഇപ്രകാരം ഭഗവാന്റെ അനുഗ്രഹവും കൽപ്പനയും കിട്ടിയ ആ മഹർഷിമാര് ബ്രഹ്മർഷിമാര് ആ കൽപ്പന നടപ്പിലാക്കാൻ വേണ്ടി പുറപ്പെട്ടു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. തതഃ പരമമിത്യുക്ത്വാ പ്രതസ്ഥേ മുനിമണ്ഡലം ഭഗവാനപി സംപ്രാപ്തഃ പ്രഥമോദ്ദിഷ്ടമാസ്പദം. തതഃ അനന്തരം ഇപ്രകാരം കൽപ്പന കിട്ടിയപ്പോൾ പരമം ഇത്യുക്ത്വ ശരി അങ്ങനെ തന്നെ എന്നിങ്ങനെ, കൽപ്പന പോലെ ആജ്ഞ പോലെ എന്നിങ്ങനെ, പരമം ശരി എന്നൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരു സൂചനയാണ്. പരമം ഓം എന്നൊക്കെ ഉണ്ട് അങ്ങനെ പ്രയോഗങ്ങൾ. അങ്ങനെ ആവട്ടെ എന്നിങ്ങനെ ഉക്തുവ പറഞ്ഞിട്ട്, പരമം ഇതി ഉക്തുവ പ്രതസ്ഥേ മുനിമണ്ഡലം പ്രതസ്ഥേ ആ മുനി സമൂഹം പ്രതസ്ഥേ പുറപ്പെട്ടു, ആ കാര്യം സാധിക്കാൻ വേണ്ടി പുറപ്പെട്ടു. അപ്പോൾ തന്നെ പുറപ്പെട്ടു. ആകാശമാർഗത്തു കൂടെ പ്രഭാസ്വരൂപികളായി പ്രഭാമണ്ഡലത്തോടുകൂടി അങ്ങനെ യാത്ര ചെയ്തു. ഭഗവാനപി സംപ്രാപ്ത പ്രഥമോദ്ദിഷ്ടമാസ്പദം. ഭഗവാനും പ്രഥമോദ്ദിഷ്ടം ആസ്പദം സംപ്രാപ്ത. അവർ പോയി കഴിഞ്ഞപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു? പ്രഥമോദ്ദിഷ്ടം ആസ്പദം സംപ്രാപ്ത. നേരത്തെ പറഞ്ഞ ആ മഹാകോശി പ്രഭാതത്തിൻ്റെ മഹാകോശി നദിയുടെ സമീപത്ത് ഉള്ള ഒരു സ്ഥലത്ത് സംപ്രാപ്ത എത്തിച്ചേർന്നു. എത്തിച്ചേർന്നു. അവിടെ ചെന്നിട്ട് അവർ വരുന്നത് വരെ കാത്ത് ഇരുന്നു എന്നാണ്. ചെറിയ ഉത്കണ്ഠയോടുകൂടി സാധാരണ മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്നതിൻ്റെ ചെറിയൊരു സ്ഫുരണത്തോടു കൂടി ആ ഭഗവാൻ അവിടെ കാത്തിരുന്നു. അവിടെ സംപ്രാപ്ത നേരത്തെ അവിടെ എത്തിച്ചേർന്നു അവർ വരുന്നതിന് മുമ്പ്. എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ മഹാകവിയുടെ വർണ്ണനയിൽ ശിവനും പാർവതിയെല്ലാം സാധാരണ മനുഷ്യരുടെ എല്ലാ സ്വഭാവങ്ങളല്ല, കുറേ സ്വഭാവങ്ങൾ അതിൽ വരുന്നുണ്ട്. അപ്പോഴേ കാവ്യത്തിനൊരു മാധുര്യം ഉണ്ടാവുള്ളൂ, ഒരു നാടകീയതയൊക്കെ വരുള്ളൂ. അവർ നിർഗുണ എന്നൊക്കെ പറഞ്ഞ് നിർഗുണ നിരാധാര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവസ്ഥയിലുള്ളവരാണെങ്കിൽ നമുക്കിതിൽ കാവ്യത്തിൻ്റെ ഒന്നും വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇവരെയൊക്കെ ഇങ്ങനെ വ്യക്തികളായി സങ്കല്പിച്ച സാധാരണ മനുഷ്യരുടെ വികാരങ്ങളൊക്കെ അവർക്ക് കൂടി വർണ്ണിച്ചാൽ മാത്രമേ സരസമാവുള്ളൂ. അപ്പോൾ ഇവിടെ ഭഗവാനെ എങ്ങനെ മഹാകവി വർണ്ണിക്കണേ? ഇവർ പോയി കഴിഞ്ഞപ്പോൾ ഉത്കണ്ഠയോടുകൂടി എന്തൊക്കെയോ വിചാരങ്ങൾ ഉള്ളിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് കുറച്ച് ധൃതി പിടിച്ചും കൊണ്ട് എന്നൊക്കെ തോന്നും. ഒരു കുറച്ച് സമാധാനം നഷ്ടപ്പെട്ട പോലെ അങ്ങനെയുള്ളൊരു കാത്തിരിപ്പ് ആണ് ഭഗവാൻ അവിടെ ആ മഹാകോശി തീരത്ത് ചെന്നിട്ട് മഹർഷിമാർ വരുന്നത് വരെ ഇരുന്നത് എന്നാണ് ഇവിടെ മഹാകവി പറയുന്നത്. തതഃ പരമമിത്യുക്ത്വാ പ്രതസ്ഥേ മുനിമണ്ഡലം ഭഗവാനപി സംപ്രാപ്തഃ പ്രഥമോദ്ദിഷ്ടമാസ്പദം.